പാർത്ഥസാരഥിയുടെ ഇഷ്ടവഴിപാടായ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. 52 കരകളിലെ പള്ളിയോടങ്ങൾ പങ്കെടുക്കും. ആദ്യ ദിനം ക്ഷേത്രസന്നിധിയിലേക്ക് എത്തുന്നത് 7 പള്ളിയോടങ്ങളാണ്. വിവരങ്ങളുമായി എം മനോജ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ചേരും. നമുക്കറിയാം, ഏതാണ്ട് 80 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന വള്ളസദ്യ വഴിപാടിനാണ് ഇന്നിപ്പോൾ തുടക്കമാകുന്നത്. 11 മണിക്ക് മന്ത്രി ഗണേഷ് കുമാർ നിലവിളക്ക് കൊളുത്തുന്നതോടുകൂടി വള്ളസദ്യയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾക്ക് തുടക്കമാകും. ഇന്നിപ്പോൾ 7 പള്ളിയോടങ്ങൾ ആദ്യ ദിവസം തുഴയെറിഞ്ഞ് പാർത്ഥസാരഥിയുടെ സന്നിധിയിലേക്ക് എത്തുകയാണ്. മനോജ് ഇപ്പോൾ ക്ഷേത്രസന്നിധിയിൽ നിന്നും ചേരുന്നുണ്ട്. മനോജെ, നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലമാമാങ്കമാണ് ആറന്മുളയിൽ നടക്കുന്ന ഉത്രട്ടാതി ജലമേള. അത് ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടാണ് ജലോത്സവം നടക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്നിപ്പോൾ വഴിപാട് വള്ളസദ്യയ്ക്ക് തുടക്കമാകുന്നത്. ഏതൊക്കെ പള്ളിയോടങ്ങളാണ് ഇന്നിപ്പോൾ തുഴഞ്ഞ് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുന്നത്? മനോജ്. തീർച്ചയായും ഗൗതം, ഏറെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. പാർത്ഥസാരഥിക്ക് മുന്നിൽ ഇപ്പോൾ ഈ പറയൊക്കെ നിറച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് നിലവിളക്ക് കൊളുത്തി ഈ വള്ളസദ്യയുടെ ഉദ്ഘാടനം നടക്കുക. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയിട്ടുള്ള ഈ പറകളാണ്. അതായത് ഈ നിറവറ നിറച്ച ശേഷം ഈ വെറ്റിലയും പാക്കുമായി പള്ളിയോടങ്ങളെ സ്വീകരിച്ചാണ് ഈ വള്ളസദ്യയിലേക്ക്, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വഴിപാട് കൂടിയാണ് ഈ വള്ളസദ്യ എന്ന് പറയുന്നത്. അന്നദാന പ്രിയനായിട്ടുള്ള, അന്നദാന പ്രഭുവായിട്ടുള്ള പാർത്ഥസാരഥിക്ക് മുന്നിൽ ഭക്തർ ഓരോരുത്തരും ഈ വഴിപാട് സമർപ്പിക്കുന്നു. ഇതിൽ തന്നെ 500-ലധികം വള്ളസദ്യകളാണ് ഇവിടെ ബുക്കിങ്ങിനായി പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ 410ഓളം ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ചടങ്ങുകൾ ഓരോന്നായി ഇനി വരുന്ന നിമിഷങ്ങളിൽ നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വള്ളംകളി, അതായത് ഈ ജലമേള എന്ന് പറയുന്നത് ലോകത്തെമ്പാടുമുള്ള ഈ ആറന്മുളക്കാരായാലും അതോടൊപ്പം തന്നെ മലയാളികളായാലും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ വള്ളങ്ങൾ പങ്കെടുക്കുന്ന, പള്ളിയോടങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഈ ഒരു ജലമേള. എന്തായാലും ഇന്ന് 7 പള്ളിയോടങ്ങളാണ് ഈ വള്ളസദ്യയുടെ ഭാഗമാകുന്നത്. ഓതറ, ലാഗ, ഇടയാറന്മുള, കോടിയാട്ടുകര, തെക്കേമുറി, പൂവത്തൂർ, പടിഞ്ഞാറ്, കോഴഞ്ചേരി, വെൺപാല എന്നീ 7 പള്ളിയോടങ്ങളാണ് ഈ വള്ളസദ്യയിൽ പങ്കെടുക്കുക. റാന്നി, ഇടക്കുളം മുതൽ ചെന്നിത്തല വരെയുള്ള 2 ജില്ലകളിലായി 52 പള്ളിയോട കരകളാണ് ഈ വള്ളസദ്യയുടെ ഭാഗമാകുന്നത്. ഈ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി 15 സദ്യാലയങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വലിയ തിരക്ക് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ചടങ്ങുകൾക്കൊക്കെ ഐതിഹ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വളരെയധികം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം കൂടിയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. അതിനൊക്കെ ഈ വഞ്ചിപ്പാട്ടിൻ്റെ ഹൃദയതാളത്തിൽ ആ പമ്പാ നദിയിലൂടെ അങ്ങനെ ഓരോ പള്ളിയോടങ്ങളും എത്തുമ്പോൾ അവരെ സ്വീകരിക്കുവാൻ വേണ്ടി ഇവിടെ നിന്നുള്ള ഓരോരുത്തരും ഈ കടവിലേക്ക് പോകും. അതിനു മുമ്പായിട്ടുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. 11 മണിയോടുകൂടി ഉദ്ഘാടനമുണ്ടാവും. അതിനുശേഷം, അതായത് ഈ ഗജമണ്ഡപത്തിലുള്ള ഉദ്ഘാടനം, അതിനുശേഷമാണ് ഈ വള്ളസദ്യ നടക്കുക. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ പറ നിറച്ചു വെച്ചിരിക്കുന്നു. അതായത് ഓരോ കരക്കാരും പറ നിറച്ചു വെച്ചിരിക്കുന്നു. ഒരു പറ ഭഗവാനും ഒരു പറ പള്ളിയോടത്തിനും എന്നുള്ളതാണ് ഈ ഒരു ചടങ്ങിൻ്റെ ഒരു പ്രാധാന്യം. എന്തായാലും ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഈ ഉദ്ഘാടനത്തിൻ്റെ ഒരുക്കങ്ങൾ കൂടെ നടക്കുകയാണ്. അത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഈ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് മുന്നിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഇനി വരുന്ന നിമിഷങ്ങളിൽ ആ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കൂടെ കടക്കുകയാണ്. അതിൻ്റെയൊക്കെ ചുമതലപ്പെട്ടത്, അതായത് പള്ളിയോട സേവാ സമിതിയാണ് ഇവിടെ ആ ഒരു കാര്യത്തിനൊക്കെ നേതൃത്വം നൽകുന്നത്. അവരൊക്കെ തന്നെ ഇവിടെയുണ്ട്. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ഷേത്രത്തിന് മുൻപിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഉദ്ഘാടന ചടങ്ങിന് മുമ്പായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ്. അതിനൊക്കെ തന്നെ എല്ലാവരും ഇവിടെ സജീവമായി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം വള്ളസദ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 64 വിഭവങ്ങളാണ്. അതായത് ലോകത്തെമ്പാടും തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന, പ്രാധാന്യമർഹിക്കുന്ന ഒരു വഴിപാട്, പാർത്ഥസാരഥിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വഴിപാട്. അത് ഓരോരുത്തരും, അതായത്
ആഗ്രഹ സബലീകരണത്തിനും അതോടൊപ്പം തന്നെ സന്താന ലബ്ധിക്കുമൊക്കെ വേണ്ടി ഈ വഴിപാട് ഇവിടെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ നിമിഷങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കുവാൻ, അതായത് ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഈ സേവാസമിതിയുടെ ചുമതലക്കാർ കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതെ, ഈ പള്ളിയോട് ഈ വർഷത്തെ വള്ളസദ്യയുടെ തുടക്കം ഇന്ന് 13-ാം തീയതി തിരുവാമല ക്ഷേത്ര സന്നിധിയിൽ ആരംഭിക്കുകയാണ്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കണം. പള്ളിയോട സേവാ സംഘവും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് ഇതിനെയുള്ള എല്ലാ ഒരുക്കങ്ങളും, അതായത് ഒരു ദിവസം 15 പള്ളിയോടങ്ങൾക്ക് സദ്യ കൊടുക്കത്തക്ക രീതിയിലുള്ള സംവിധാനം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എത്ര ബുക്കിംഗ് ആയിട്ടുണ്ട്? 411ഓളം വള്ളസദ്യകളാണ് ഇതുവരെയും നാളിന്ന് വരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അത് 500 കടക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പതിവിൽ വിപരീതമായി ഇത്തവണ 80 ദിവസമാണ് ഇത്തവണത്തെ വള്ളസദ്യ നടക്കുന്നത്. ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രിയങ്കരമായിട്ടുള്ള ഒരു വഴിപാടാണല്ലേ? ഈ തിരുവാമല ക്ഷേത്രത്തെ സംബന്ധിച്ചോളം ഭഗവാൻ ഇഷ്ട വഴിപാടാണ് വള്ളസദ്യ. മുമ്പ് കരകളിൽ വീടുകളിൽ മാത്രം നടന്നുകൊണ്ടിരുന്ന സദ്യയാണ് അതിന്നിപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ് സൗകര്യാർത്ഥം. ചോറ് കൂടാതെ 64 കൂട്ടം കൂട്ടാനും കൂടെ കൂട്ടിയാണ് ഭഗവാന് വിളമ്പുന്നത്. അത് 64 കൂട്ടം കൂട്ടാൻ എന്ന് പറയുമ്പോൾ 64 കലകളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിലാണ് നമ്മൾ ഓരോ വിഭവങ്ങൾ ചോദിക്കുക. അതായത് 42ഓളം വിഭവങ്ങൾ നമ്മൾ ഇലയിൽ വിളമ്പിയതിന് ശേഷം 20ഓളം വിഭവങ്ങൾ പാടി ചോദിക്കുന്ന വിഭവങ്ങളാണ്. അതിന് ഓരോ വിഭവങ്ങൾക്കും ഓരോ ശ്ലോകമുണ്ട്. ആ ശ്ലോകം അനുസരിച്ചാണ് ചോദിക്കുന്നതനുസരിച്ച് വിളമ്പി കൊടുക്കുകയും ചെയ്യും. അത് 15 സദ്യാലയങ്ങളിലായിട്ട് ലക്ഷങ്ങൾ പങ്കെടുക്കും 80 ദിവസം. ഈ 80 ദിവസത്തെ വള്ളസദ്യകൾക്ക് എനിക്ക് തോന്നുന്നത് ഒരു 10 ലക്ഷത്തിലധികം ആൾക്കാർ പങ്കെടുക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഇത് കഴിഞ്ഞ ശേഷമാണ് ജലമേള വരുന്നത്. അപ്പോൾ ജലമേളയൊക്കെ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജലമേള എന്ന് തന്നെ പറയാം അല്ലേ? അതെ, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അനുഷ്ഠാനത്തോടെയുള്ള ആചാരാനുഷ്ഠാനങ്ങളോടുള്ള ജലമേളയാണ് ആറന്മുളയിൽ നടക്കുന്നത്. അതായത് റാന്നി എടക്കുളം മുതൽ ചെന്നിത്തല വരെയുള്ള പമ്പയുടെ ഇരുകരകളിലുമുള്ള 52ഓളം പള്ളിയോടങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം നടക്കും. അതിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. എന്തായാലും ഇതിന് പിന്നെ 11:30 പള്ളിയോടങ്ങൾ കടവിലെത്തി തുടങ്ങും. ഇന്ന് 7 പള്ളിയോടങ്ങൾക്കാണ് ഇവിടെ സദ്യകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോരോ പള്ളിയോടങ്ങളെയും ദേവസ്വം ബോർഡും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പള്ളിയോട സേവാ സംഘവും സ്വീകരിച്ച് ക്ഷേത്ര നടയിൽ കൊണ്ടുവന്ന് വള്ളപ്പാട്ട് പാടി ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വച്ചതിന് ശേഷം ഭഗവാന് പാറ സമർപ്പിച്ചതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത്. ഇതിന് പിന്നിലൊരു ഐതിഹ്യം കൂടെ ഉണ്ടാവുമല്ലോ ഈ വഴിപാടിന് പിന്നിൽ? അതെ, തീർച്ചയായിട്ടും വള്ളസദ്യയുടെ പിന്നിലൊരു ഐതിഹ്യമുണ്ട്. അതായത് പള്ളിയോടങ്ങളുടെ ഐതിഹ്യം തുടങ്ങുന്ന കാലം മുതലേ ഉള്ള ഐതിഹ്യമാണത്. അതായത് കാട്ടൂരുള്ള മങ്ങാട്ട് പട്ടതിരി എല്ലാ ദിവസവും തിരുവോണ നാളിൽ ഒരു ബ്രാഹ്മണനെ കാൽ കഴുകി ചൂട്ടിയിട്ടാണ് ആഹാരം കഴിക്കുക. ഒരു വർഷം ഒരു ബ്രാഹ്മണകുമാരനും വരാത്ത സാഹചര്യത്തിൽ അദ്ദേഹം വിഷമിപ്പിച്ചപ്പോൾ അന്ന് ഉറങ്ങിപ്പോയപ്പോൾ തിരുവാർമളയപ്പൻ വന്ന് ആ സദ്യ സ്വീകരിച്ചതും അതിനടുത്ത ദിവസങ്ങളിലെല്ലാം എനിക്ക് സദ്യ അമ്പലത്തിൽ തന്നാൽ മതി എന്ന് പറയുകയും ചെയ്തതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി കാട്ടൂരിൽ നിന്ന് പുറപ്പെടുന്ന തിരുവോണത്തോണിയിൽ മുഴുവൻ വിഭവങ്ങളും ചേർത്ത് ഇവിടെ കൊണ്ട് തിരുവോണ സദ്യയായി ഭഗവാന് സമർപ്പിക്കുക. തീർച്ചയായും അതുതന്നെയാണ്. എന്തായാലും 64 വിഭവങ്ങളോടുകൂടിയ വള്ളസദ്യ. അതിൽ ആദ്യം അതായത് ഈ 44 വിഭവങ്ങൾ വിളമ്പും. പിന്നീടുള്ള 20 വിഭവങ്ങൾ അത് ഈ ശ്ലോകത്തോടു കൂടി, അതായത് വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ തന്നെയാണ് ഓരോരുത്തരും അങ്ങനെ ചോദിച്ചു വാങ്ങുക. അത് തന്നെയാണ് ഈ വഴിപാടുകാരൻ അപ്പോഴേക്കും ഈ വിഭവങ്ങളുമായി ഈ ഇലയ്ക്ക് അരികിലേക്ക് എത്തും. അവിടെ ഓരോരുത്തർക്കും വിളമ്പും. എന്തായാലും ഈ വള്ളസദ്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഓരോരുത്തരും ഒന്നുകിൽ വഴിപാടുകാർ ക്ഷണിക്കണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ആളുകൾ ക്ഷണിക്കുമ്പോഴാണ് ഇവിടേക്ക് എത്തി ആ വള്ളസദ്യയുടെ ഭാഗമാകാൻ സാധിക്കുക. എന്തായാലും 7 പള്ളിയോടങ്ങൾ ഇന്ന് വള്ളസദ്യയുടെ ഭാഗമാകുന്നുണ്ട്. ഇനി വരുന്ന 80 ദിവസം ഈ ഒരു വള്ളസദ്യയുടെ കാലമാണ്. ആറന്മുളക്കാർക്ക് ഒരു ഉത്സവ ലഹരി തന്നെയാണ്. ഇവിടേക്ക് ലക്ഷങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ നിമിഷങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഉദ്ഘാടനമാണ്. ഈ ഉദ്ഘാടനം, അതായത് ഈ ഒരു വിളക്ക് കൊളുത്തുന്നതോടുകൂടി ഭദ്രദീപം തെളിയിക്കുന്നതോടുകൂടി ഇവിടെ ഈ വള്ളസദ്യയ്ക്ക് തുടക്കമാകുകയാണ്. ഇനി വരുന്ന 80 ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബറിലാണ് പിന്നീട് മറ്റ് അതായത് ജലമേള പോലുള്ള ചടങ്ങുകളൊക്കെ നടക്കുക. എന്തായാലും അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഗൗതം.